വമ്പിച്ച ആക്രമണങ്ങളിലൂടെ ശത്രുവിനെ നിരാശപ്പെടുത്തുക. ഇറാൻ ആരുടെ മുന്നിലും തല കുനിക്കരുത്. സ്വന്തം ജനതയോട് അഭ്യർത്ഥിക്കുകയാണ് ഇറാനിയൻ പരമോന്നത നേതാവ്. ഇത് അമേരിക്കയെ ലക്ഷ്യം വെച്ചുള്ള വാക്കുകളെന്നാണ് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത്. ഇസ്ലാമിക വിപ്ലവത്തിന്റെ വാർഷികത്തിൽ ഇറാനിയൻ ജനത ഐക്യവും ദൃഢനിശ്ചയവും പ്രകടിപ്പിക്കണമെന്ന് ഇസ്ലാമിക വിപ്ലവ നേതാവ് ആയത്തുള്ള സയ്യിദ് അലി ഖമേനി ആഹ്വാനം ചെയ്തു. അത്തരം ദേശീയ സ്ഥിരത രാജ്യത്തിന്റെ ശത്രുക്കളെ നിരാശരാക്കുമെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു. ഇറാനിയൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റർ പ്രസ് TV റിപ്പോർട്ട് ചെയ്തു. ഇസ്ലാമിക വിപ്ലവത്തിന്റെ 47ാം വാർഷികത്തോടനുബന്ധിച്ച് ഫെബ്രുവരി 11 നടക്കാനിരിക്കുന്ന റാലികൾക്ക് മുന്നോടിയായി പുറത്തിറക്കിയ ഒരു ടെലിവിഷൻ സന്ദേശത്തിൽ ഇറാന്റെ ശക്തി, അന്തസ്, കൂട്ടായ ദൃഢനിശ്ചയം എന്നിവയുടെ ശക്തമായ പ്രകടനമായി ആയത്തുള്ള ഖമേനി ഈ അവസരത്തെ ചിത്രീകരിച്ചു. എല്ലാ വർഷവും ബഹുമാൻ 22, അതായത് ഫെബ്രുവരി 11 ഇറാനിയൻ രാഷ്ട്രത്തിന്റെ ശക്തിയും അന്തസ്സും അനാവരണം ചെയ്യുന്ന ദിവസമാണ്. ഇറാനിയൻ ജനത ദൃഢനിശ്ചയമുള്ളവരും സഹിഷ്ണുതയുള്ളവരും നന്ദിയുള്ളവരും അവരുടെ സാഹചര്യങ്ങളെ കുറിച്ച് പൂർണ്ണമായി അറിയുന്നവരുമാണെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു. 1979 ഫെബ്രുവരി 11 വിദേശ ഇടപെടലിൽ നിന്നും സ്വയം മോചിതരായി രാഷ്ട്രം ഒരു മഹത്തായ വിജയം നേടിയെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. എന്നാൽ അന്നു മുതൽ ബാഹ്യശക്തികൾ ആ നേട്ടങ്ങൾ ഇല്ലാതാക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നു. ഈ ചരിത്രപരമായ അടിത്തറയിൽ കെട്ടിപ്പടുക്കുന്നതിലൂടെ ഇറാനിയൻ രാഷ്ട്രം ഉറച്ചു നിൽക്കുന്നുവെന്ന് ആയത്തുള്ള ഖമേനി സ്ഥിരീകരിച്ചു. ഈ ദൃഢതയുടെ പ്രതീകം ബഹുമാൻ 22ാമത്തേതെന്നും കൂട്ടിച്ചേർത്തു. വാർഷിക പ്രകടനങ്ങളെ സമാനതകളില്ലാത്തതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മറ്റൊരു രാജ്യവും എല്ലാ വർഷവും ഇത്രയും വ്യാപകവും സ്ഥിരവുമായ പൊതുജന പങ്കാളിത്തത്തോടെ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നില്ലെന്നും ചൂണ്ടിക്കാട്ടി. ഇറാനെയും അതിന്റെ താല്പര്യങ്ങളെയും കൊതിക്കുന്നവരെ പിൻവാങ്ങാൻ നിർബന്ധിതരാക്കുന്നുവെന്നും അദ്ദേഹം വിശദീകരിച്ചു. ബാഹ്യ അഭിലാഷങ്ങളെ തടയുന്നതിൽ അവയുടെ പങ്ക് അടിവരയിടുന്നു. മിസൈലുകളെക്കാളും വിമാനങ്ങളെക്കാളും ദേശീയ ശക്തി രാഷ്ട്രങ്ങളുടെ ഇച്ഛാശക്തിയുമായും അവയുടെ ദൃഢതയുമായും ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും പ്രസ്താവിച്ചുകൊണ്ട് ആയത്തുള്ള ഖമേനി ദേശീയ ശക്തിയുടെ യഥാർത്ഥ ഉറവിടങ്ങളെ ഊന്നി പറഞ്ഞു. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദൃഢനിശ്ചയം നിലനിർത്താൻ പൗരന്മാരെ പ്രേരിപ്പിച്ചു. ശത്രുവിനെ നിരാശയപ്പെടുത്തുക, നേതാവ് പറഞ്ഞു. ഒരു രാഷ്ട്രം അതിന്റെ എതിരാളികൾ നിരുത്സാഹപ്പെടാത്തിടത്തോളം കാലം തുറന്നുകാട്ടപ്പെടുമെന്ന് വിശദീകരിച്ചു. ഇറാന്റെ ദേശീയ ശക്തിയെ പിന്തുണയ്ക്കുന്ന ആവശ്യ സ്തംഭങ്ങളായി ഐക്യം, ശക്തമായ ഇച്ഛാശക്തി, പ്രചോദനം, ബാഹ്യ സമ്മർദ്ദങ്ങളോടുള്ള പ്രതിരോധം എന്നിവ അദ്ദേഹം തിരിച്ചറിഞ്ഞു. രാജ്യത്തെ യുവാക്കൾ ശാസ്ത്രം, ധാർമ്മിക പെരുമാറ്റം, ഭൗതികവും ആത്മീയവുമായ വളർച്ച എന്നിവയിൽ മുന്നേറിക്കൊണ്ടിരിക്കുമെന്നും അതുവഴി ദേശീയ അഭിമാനം വർദ്ധിപ്പിക്കുമെന്നും ആയത്തുള്ള ഖമേനി പ്രത്യാശ പ്രകടിപ്പിച്ചു. ഫെബ്രുവരി 11 റാലികൾ ഈ ഗുണങ്ങളെ പ്രതിഫലിക്കുന്നുണ്ടെന്നും ഐക്യം, ഇസ്ലാമിക് റിപ്പബ്ലിക്കിനോടുള്ള വിശ്വാസ്യത, രാഷ്ട്രത്തോടുള്ള സമർപ്പണം എന്നിവ പ്രകടിപ്പിക്കാൻ ആളുകൾ തെരുവിലിറങ്ങുന്നുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മുൻ വർഷങ്ങളിലെ മാതൃകയ്ക്ക് അനുസൃതമായി ഈ വർഷത്തെ വാർഷിക പരിപാടികൾ ഇറാന്റെ സ്ഥാനം കൂടുതൽ ഉയർത്തുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.